ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. വേദയ്ക്ക് സ്കൂളില്ലാത്ത ദിവസം എനിക്ക് ഇങ്ങനെയുള്ള മോർണിംഗ്സ് ഒക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ സൂര്യൻ ഇങ്ങനെ നന്നായിട്ട് ഉദിച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു 7-7:30 8 മണിയൊക്കെ ആയി ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഡേ സ്റ്റാർട്ട് ചെയ്താലോ വിത്ത് മൈക്യുവർ സ്കിൻ പ്രോഡക്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, ആവശ്യമുള്ളവർക്ക് ഇത് കാണാം, ആവശ്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. എൻ്റെ സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. മോർണിംഗും ഈവനിങ്ങും എനിക്ക് ക്യുവർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് റൊട്ടീൻസ് ഉണ്ട്. അത് ഞാൻ ക്യുവർ സ്കിന്നിൻ്റെ ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ചാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ ഉള്ളൊന്ന് കുഞ്ഞായിട്ട് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണാത്തവർക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാവേ. എൻ്റെ സ്കിന്നിന് ആകെ കൂടെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് ആട്ടോ. അല്ലാതെ ഞാൻ നാച്ചുറലായിട്ട് എന്തെങ്കിലും പൊടിക്കൈ ചെയ്യുമെന്നല്ലാണ്ട് വേറൊന്നും ഞാൻ എൻ്റെ മുഖത്ത് പിടിപ്പിക്കാറില്ല. അപ്പോൾ എന്താ നമുക്ക് നോക്കിയാലോ. നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്കോ പിമ്പിൾസോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഭയങ്കര ടെൻസ്ഡ് ആവുകയോ ഇതെന്താ ഏതാന്നൊക്കെ ഉള്ള ഒരു വിഷമം തോന്നും അല്ലേ. നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ എത്ര രൂപയാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേദയെ തന്നെ കൊണ്ടുപോയിട്ട് വന്നപ്പോൾ മെഡിസിൻസിനും ഡോക്ടർ കൺസൾട്ടേഷൻ ഫീയും എല്ലാം കൂടി അപ്പോൾ നല്ലൊരു തുകയാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്യുവർ സ്കിൻ ആപ്പ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ കോഴ്സ് തുടങ്ങുന്നത് മുതൽ കഴിയുന്നത് വരെ നമുക്ക് ടോട്ടലി ഫ്രീ ആയിട്ടാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത് കേട്ടോ. ക്യാഷ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ മുന്നേ എൻ്റെ സ്കിൻ എങ്ങനെ ഇരുന്നു എന്നുള്ളത് എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. അതുപോലെ ക്യുവർ സ്കിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് ആണ്. ഒരു പ്രാവശ്യം വാങ്ങിയാൽ അതൊരു 3 മാസം വരേക്കും ആ പ്രോഡക്റ്റ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പുതിയത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്കതുപോലെ നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് നമുക്ക് കുറേ അഡീഷണൽ ടിപ്സൊക്കെ തരും കേട്ടോ. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാന്, സ്കിന്നിന് എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്ത് പറയാറുണ്ട്. ഇതെല്ലാം ആഫ്റ്റർ അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ആട്ടോ. ഫസ്റ്റ് നമ്മൾ ആപ്പിൽ കയറിയാൽ അവരൊരു നമ്മുടെ പിക്ചർ ആവശ്യപ്പെടും. അത് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എല്ലാം അവർ അനലൈസ് ചെയ്തൊരു ഇത് പറയും. അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുക. അപ്പോൾ അതനുസരിച്ച് അവർ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. എന്നിട്ട് അത് ഉപയോഗിക്കേണ്ട രീതി, ഈവനിങ് എങ്ങനെയാണ്, മോർണിംഗ് എങ്ങനെയാണ്, ഏതൊക്കെ എപ്പോഴൊക്കെ എത്ര ദിവസത്തിൽ ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ലൊരു റിസൾട്ട് തന്ന പ്രോഡക്റ്റാണ് ക്യുവർ സ്കിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്കിന്ന് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും. പലരും പല അഭിപ്രായം പറയാറുണ്ട്. ചിലർക്ക് നല്ലതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് ഇത് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാം, ആവശ്യമില്ലാത്തവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ഈ ക്യുവർ സ്കിൻ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ ഒരു കൂപ്പൺ കോഡ് കൂടെ ഉണ്ട്. ആ കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 100 ഓഫായിട്ട് കിട്ടും. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ആ ക്യുവർ സ്കിൻ ലിങ്കിലേക്ക് പോവുക. ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അത് വാങ്ങുക, പർച്ചേസ് ചെയ്യുക, കൂപ്പൺ കോഡ് ഉപയോഗിക്കുക, 100 ഓഫായിട്ട് കിട്ടും. സത്യമായിട്ടും ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി വേറെ ഒന്നും ചെയ്യാറില്ല. ഈ ക്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. അവരുടെ തന്നെ സൺസ്ക്രീനാണ്. നല്ല റിസൾട്ട് തരുന്നതാണ് ഈ സൺസ്ക്രീനും ഫേസ് വാഷും. ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് തന്ന 2 സാധനങ്ങളാണ്. ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറായിട്ടൊക്കെ കിടക്കുന്ന നല്ലൊരു സൺസ്ക്രീനും, അതുപോലെ തന്നെ ഫേസ് വാഷ് നല്ല അടിപൊളി. ഞാൻ ഇങ്ങനത്തെ ഒരു ഫേസ് വാഷ് എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഫേസ് വാഷാണ്. സൺസ്ക്രീനും അതെ, നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ക്യുവർ സ്കിന്നിൻ്റെ. നമ്മളിപ്പോൾ സാധനം കഴിഞ്ഞാലും നമുക്കല്ലാതെ ഇത് കഴിഞ്ഞ സാധനം മാത്രമായിട്ട് വേണമെങ്കിൽ വാങ്ങാവേ. അല്ലെങ്കിൽ ക്യുവർ സ്കിന്നിൻ്റെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്യുവർ സ്കിൻ വിശേഷം. ഇനി നമുക്ക് വീട്ടിലെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ തന്നെ ഞാൻ തേങ്ങ ചിരണ്ടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഊഹിക്കാമല്ലോ. യെസ്, പുട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്കിലും പുട്ടാണെങ്കിലും കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. ഇവിടെ ഏട്ടന് തേങ്ങ വേണ്ട, വേദയ്ക്ക് തേങ്ങ വേണ്ട. തേങ്ങ വിരോധികളാണ് കേട്ടോ ഈ വീട്ടിലുള്ളത്. എനിക്ക് തോന്നുന്നു പുട്ടിലും ഇടിയപ്പത്തിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇട്ടാൽ എടുത്ത് കളയുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിമാവാട്ടോ. മീൻസ് പുറത്ത് മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ റെഡിമെയ്ഡായിട്ട് പാക്കറ്റിൽ വാങ്ങാണ്ട്
നമ്മൾ തന്നെ കള്ളിക്കാട് അമ്മ പറഞ്ഞെന്നൊരു രീതിയിൽ നമ്മുടെ റേഷനരിയും പച്ചരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടി ആണ്, അരിപ്പൊടിയാണ്. നല്ല കിടിലം പുട്ടാട്ടോ, നല്ല സോഫ്റ്റ് പൂ പോലെ ഇരിക്കുന്ന പുട്ടാണ് ഇതിൻ്റെ പുട്ടെന്ന് പറയുന്നത്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നനയ്ക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതിട്ടും നനയ്ക്കാം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് ഉപ്പൂടെ ഇട്ട് തേങ്ങയും മാവും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണ് നനച്ചെടുക്കുന്നത്. തേങ്ങ ഞാൻ അല്ലാതെ ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് അങ്ങനെ വയ്ക്കില്ല, ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മുകളിലും താഴെ വെച്ചാലും എടുത്ത് കളയാറാണ് പതിവ്. ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അങ്ങ് കഴിച്ചു പോകും, അറിയത്തില്ല ഇതിനോട് തേങ്ങ ചേർത്തിട്ടുണ്ടെന്നേ അറിയത്തില്ല. അപ്പോൾ ഗോതമ്പ് പുട്ടിലായാലും ഞാൻ ഇങ്ങനെ തേങ്ങ മിക്സ് ചെയ്താണ് നനച്ചെടുക്കാറ്. അഡീഷണലി ഞാൻ താഴെ മുകളിലായിട്ട് രണ്ടിലും ഇട്ട് കൊടുക്കാറില്ല, ഇങ്ങനെ ഒരു പ്രാവശ്യം മിക്സ് ചെയ്യുന്നതാണ്. പിന്നെ ചിലപ്പോഴൊക്കെ വേറെ ആരെങ്കിലും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ തേങ്ങ ഇടും. ഇപ്പോൾ വേദയും ഏട്ടനുള്ളത് കൊണ്ടാണ് മെയിൻലി ഇപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടത് കേട്ടോ. മുന്നേ കുറച്ചുകൂടെയൊക്കെ തേങ്ങ ഇടുമായിരുന്നു, ഇപ്പോൾ ഏട്ടൻ ഭയങ്കര തേങ്ങ വിരോധിയാണ്, അതുകൊണ്ട് തേങ്ങയൊക്കെ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് പുട്ടിനെ നനച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ വാങ്ങിയ അയല മീനാട്ടോ. പുട്ടിനെന്ന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അയല മീനാണ്, മീൻ കറിയാണ്. ഇന്നലെ വാങ്ങിയ അയലയാണ്. 4 അയല ഉണ്ടായിരുന്നു, വലിയ അയലായിരുന്നു കേട്ടോ. അപ്പോൾ 2 അയല ഇന്നലെ വെച്ചു. ഞാനിങ്ങനെ മീനൊന്നും എനിക്കധികം വേണ്ട, അതുകൊണ്ട് മീൻ 2 ഇന്നലെ വെച്ചു. അതിലും ബാക്കി ഇനിയുണ്ട്, 2 ഞാൻ മാറ്റി വെച്ചു കേട്ടോ, അതൊന്ന് വെക്കാമെന്ന് കരുതി. അപ്പം ഞാനും വേദ ഇന്ന് നെട്ടയത്തേക്ക് പോവുകയാണ്. അവിടെ പാരമീനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാരമീൻ. അങ്ങനെ പാരമീൻ കഴിക്കാനായിട്ട് ഞാനും വേദയും രാവിലെ പോകും. എന്തായാലും പുട്ടിനൊരു കറി ആവട്ടെ എന്ന് കരുതി മീൻ ഒരുക്കിയല്ലേ, അങ്ങനെയാണ് മീൻ കറി വയ്ക്കാമെന്ന് കരുതി കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ തിരിച്ച് വരും, അപ്പോൾ വൈകുന്നേരം വേണമെങ്കിലും എടുക്കാമല്ലോ, അങ്ങനെ കരുതിയാണ് പുട്ടിനും കൂടെ കറക്കാക്കിയിട്ട് മീൻ കറി വയ്ക്കുന്നത്. ഇന്ന് വേറൊരു സ്റ്റൈലാട്ടോ ഞാൻ മീൻ കറി വയ്ക്കുന്നത്. ഇപ്പം ഞാൻ മീൻ കറി വയ്ക്കുന്ന വീഡിയോസാണ് കൂടുതൽ ഇടുന്നതല്ലേ. ഒരു ദിവസത്തെ മീൻ കറി വയ്പ്പ് അങ്ങ് ഫേമസ് ആയതോടുകൂടി ഇപ്പം ഞാൻ അന്ന് മീൻ കറി വയ്പ്പാണ് ഇപ്പോൾ എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോ സ്റ്റൈലിൽ മീൻ കറിയിൽ വയ്ക്കുന്നത്. ഇന്ന് വേറൊരു സ്റ്റൈലിൽ മീൻ കറിയാണ്, എൻ്റെ അമ്മ വയ്ക്കുന്നൊരു സ്റ്റൈലാട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ വാള മീനൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാൻ ഇന്നിപ്പോൾ വയ്ക്കാൻ പോകുന്ന രീതിയിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ഞാൻ വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല, അമ്മ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാൻ വെച്ചാൽ ഒക്കും അത്രയേ ഉള്ളൂ, ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും അത് മീൻ ഭയങ്കര ഐസായിട്ടിരിക്കുകയായിരുന്നു. അതിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ആ ഐസിനെ മാറ്റി മീനെ സെപ്പറേറ്റ് ആക്കി കേട്ടോ. ഇത് ഇന്നലത്തെ മീൻ കറിയാണ്, അതിൽ ഇനിയും 2 കഷ്ണം ബാക്കി. ഞാൻ കരുതി അതിനെ നന്നായിട്ട് തിളച്ച ശേഷം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ആ ചട്ടി തന്നെ ഇന്നത്തെ മീൻ വയ്ക്കാമെന്ന്. വേറെ ചട്ടി ഇല്ലാത്തതുകൊണ്ടല്ല, കുഞ്ഞു ചട്ടി വേറെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്ര മീനല്ലേ ഉള്ളൂ, ഇത്ര മീൻ വയ്ക്കാൻ ഈ കുഞ്ഞു ചട്ടിയിൽ വയ്ക്കുന്നതാണ് കുറച്ച് നമുക്ക് സൗകര്യം. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു ചട്ടി എടുക്കാമെന്ന് കരുതിയിട്ട് ഈ കറിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഈ കറി മിക്കവാറും വേസ്റ്റ് ആട്ടോ, ഇനി ആരും കൂട്ടത്തിലെടുത്ത് കളയേണ്ടി തന്നെ വരും. ആരും തലേ ദിവസത്തെ സാധനമൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് വെറുതെ കോരി വയ്ക്കുന്നതാണ്, മിക്കവാറും എടുത്ത് കളയേണ്ടി വരും. അങ്ങനെ എനിക്ക് ചട്ടി വേണം ആവശ്യമായിട്ടുള്ളത്, അതുകൊണ്ടാണ് എനിക്ക് കളയാൻ തോന്നുന്നില്ല. നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി കഴിക്കുന്നെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ കളയുമ്പോൾ കളയാമെന്ന് കരുതി കോരി എന്തായാലും മാറ്റി വെച്ചേക്കാമെന്ന് കരുതി മാറ്റി കേട്ടോ. അപ്പോൾ ചട്ടി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ ചട്ടി ഉണ്ട്, അപ്പോൾ ചെറിയ ചട്ടി ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ചെറിയ ചട്ടി എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചട്ടി എടുത്തത്. ആ ചെറിയ ചട്ടിയെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി വറുത്തെടുക്കണം കേട്ടോ. നല്ല കളറിന് വേണ്ടിയിട്ട് വറുത്തെടുക്കുക, ടേസ്റ്റിനും കളറിനും വേണ്ടിയിട്ട് വറുത്തെടുക്കുക. മുളക് പൊടി ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് കരിഞ്ഞു പോവാണ്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക, അപ്പോൾ നല്ല കളറും ആ ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടതുപോലെ തന്നെ മല്ലിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. തേങ്ങ ഒന്നും അരക്കില്ല, വെറും ഉള്ളിയും പുളിയും മാത്രം. അപ്പോൾ എന്തൊക്കെ പൊടിയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, എല്ലാം ആവശ്യത്തിന് ഇടുക. ഇട്ട ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അറിയാമല്ലോ മുളക് എത്ര നമുക്ക് മീനിന് വേണ്ടിയിട്ട് മൂപ്പിക്കുക എന്നുള്ള കണക്കിന് കരിഞ്ഞു പോവാണ്ട് നല്ല മൂപ്പിച്ചെടുക്കുന്നതനുസരിച്ച് നമ്മുടെ കളറ് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷാപ്പ് കറി പോലെയൊക്കെ, കോട്ടയം സ്റ്റൈൽ കറി പോലെയൊക്കെ വെച്ചപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു കോട്ടയം സ്റ്റൈൽ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഇടില്ല എന്ന്. ഇന്നലെ ഞാൻ മല്ലിപ്പൊടി ഇടാണ്ട് വെച്ചു, കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മല്ലിപ്പൊടി ഇടാണ്ട് ഞാൻ ആദ്യമായിട്ട് വയ്ക്കുകയാണ്. നല്ലൊരു മുളക് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി ഇല്ലാണ്ട് മീൻ കറി വയ്ക്കാം, പക്ഷേ ഇതിൽ മല്ലിപ്പൊടി ഇടും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ കറി വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനങ്ങനെ അധികം ആരും ഇങ്ങനെ വയ്ക്കുന്ന കണ്ടിട്ടില്ല. കള്ളിക്കാടൻ വയ്ക്കുന്ന ഈ ഒരു രീതി അറിയില്ല കേട്ടോ, വയ്ക്കാൻ അറിയില്ല.
കള്ളിക്കടമ്മ വയ്ക്കുന്ന വേറൊരു സ്റ്റൈല്. ചിലപ്പോൾ തേങ്ങയും ഇതെല്ലാം കൂടെ ഒക്കെ ഇട്ട് വറുത്ത് മൂപ്പിച്ച് ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് വറുത്ത് മൂപ്പിച്ചൊക്കെ വയ്ക്കും കേട്ടോ. കറുകറായിരിക്കും. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അത് കാണുമ്പോഴേ എൻ്റെ മണം വരുമ്പോഴേ നമ്മൾ കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോസ് ഇടുമ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും ആ ഒരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ട്. അവിടെ ചെല്ലുമ്പോൾ മെയിനായിട്ട് നെട്ടയത്തും കള്ളിക്കടമൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ മടിക്കുന്നത് ലൈറ്റ് കുറവാണ്. ഈ വലിയ ലൈറ്റും പൊക്കി പിടിച്ചുകൊണ്ട് പോകും കുറച്ച് പാടായതുകൊണ്ട് പിന്നെ വീഡിയോ ഒരുമാതിരി തട്ടിക്കൂട്ടിയൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെയൊക്കെ പോയാൽ കുക്കിംഗ് വീഡിയോസ് കുറയുന്നത്. കള്ളിക്കാടമ്മയിൽ കുറേ പരിപാടികളുണ്ട് കേട്ടോ. എല്ലാം കാണിക്കണമെന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മെയിൻലി വീഡിയോസൊക്കെ എടുക്കൽ കുറവ്. അപ്പോൾ മല്ലിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിട്ട് മൂപ്പിച്ചാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് കിടന്ന് മൂത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചു. അല്ലെങ്കിൽ അതിൽ കിടന്നങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഭയങ്കരമായിട്ട് ചട്ടി ചൂടായി നല്ലോട്ട് മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങായിട്ട് കരിഞ്ഞു പോകും. പിന്നെ മീൻകറി എല്ലാം കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് അത് കുറച്ച് ഉപ്പിട ഇട്ടു. ഉപ്പിടാൻ ഞാൻ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പിട ഇട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കുകയാണേ. ഈ സമയം നമുക്ക് മീനിൽ അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ തേങ്ങയൊന്നും എടുക്കില്ല. മിക്സിയുടെ ജാർ എടുക്കുക. കൊച്ചുള്ളി കുറച്ചെടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ കൊച്ചുള്ളി എടുക്കുക. ഒരുപാടായാലും ഉള്ളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് കൊച്ചുള്ളി ആ മീനിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കൊച്ചുള്ളി എടുക്കുക. ഒരുപാട് കുറഞ്ഞാൽ നമ്മുടെ കറിക്ക് കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ കുറയാനും പാടില്ല കൂടാനും പാടില്ല. ആ ഒരു രീതിയിൽ എടുക്കുക. ആവശ്യത്തിന് പുളി, മീനിന് ആവശ്യമായിട്ടുള്ള പുളി കുറച്ച് ഒരു ടൊമാറ്റോ ഒരു കുഞ്ഞു ടൊമാറ്റോടെ നമ്മൾ ഇടും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് പുളി എടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. തരിയൊന്നും ഇല്ലാണ്ട് നല്ല കുഴമ്പ് പോലെ ആക്കുക. എങ്കിലും നമ്മുടെ മീൻ കറിക്ക് കൊഴുപ്പുണ്ടാവുള്ളൂ. കാരണം തേങ്ങയൊന്നും അരയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് വേണമെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചോ അല്ലാതെയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ ഉള്ളിയും പുളിയും. നമ്മുടെ ആ നവരമീൻ ഇതുപോലെ വയ്ക്കും. വാള മീൻ ഇതുപോലെ വയ്ക്കും. നവരമീൻ എന്ന് പറയുന്നത് റെഡ് കളർ മീൻ. വാള എന്ന് പറയുന്നത് റിബൺ ഫിഷ്. അതിൻ്റെ വേറെ പേരെനിക്കറിയില്ല കേട്ടോ. വാള പാമ്പാട എന്നൊക്കെ പറയില്ലേ, ആ മീനൊക്കെ ഇതുപോലെ വയ്ക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെച്ചാൽ അങ്ങോട്ട് അത്രയ്ക്ക് ഒക്കില്ല. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അമ്മ എന്തൊക്കെയാണല്ലോ ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ അമ്മ വയ്ക്കുന്ന റെസിപ്പി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് നമ്മുടെ പുളിയും ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മിക്സിയുടെ ജാറിൽ ഇത്രേ പേസ്റ്റ് ആകത്തുള്ളൂ. ഞാൻ എൻ്റെ മിക്സി മാറ്റാൻ പോവുകയാണ്. ഞാൻ മറ്റേ പ്രീതി സോഡിയ മിക്സി ആക്കാൻ പോവുക കേട്ടോ. ഉടനെ തന്നെ ഞാനത് മാറ്റും. എൻ്റെ മിക്സിയുടെ എല്ലാ ജാറും പോയിരിക്കുകയാണ്. ഒന്നും അരയൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അതിലേക്ക് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ നമ്മുടെ ഉള്ളിയും പുളിയും കൂടി നമ്മുടെ ചട്ടിയിലൊഴിച്ച് കുറച്ച് ആവശ്യത്തിന് മീൻ വേവാനായിട്ട് ആവശ്യമുള്ള ആ വെള്ളം തിക്നെസ് നോക്കി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി ഫ്ലെയിം ഓൺ ചെയ്യുക. ശേഷം നമ്മുടെ കൂട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് വിടുക കേട്ടോ. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീനതിലേക്ക് പറക്കിയിടാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ അറിയാമെന്നുള്ളവർ ഈ ഒരു റെസിപ്പി അറിയാമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും മസ്റ്റ് ട്രൈ കേട്ടോ. നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. ഇത് കോട്ടയം സ്റ്റൈലും അല്ല, ട്രിവാൻഡ്രം സ്റ്റൈലും അല്ല. ഇതെൻ്റെ അമ്മയുടെ സ്റ്റൈലാണ് കേട്ടോ. എന്തോ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ വയ്ക്കുമോ കോട്ടയത്തൊക്കെ വയ്ക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല അധികം ഈ റെസിപ്പി. അപ്പോൾ ഈ മീൻ കൂട്ട് തിളയ്ക്കുന്ന സമയം ഒരു കുഞ്ഞു ടൊമാറ്റോടെ അതിലേക്ക് അരിഞ്ഞിടുക കേട്ടോ. ഒരു ചെറിയ ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടപ്പോൾ ഒരു പീസ് ടൊമാറ്റോ അതിലേക്കങ്ങ് വീണ് പോയി കേട്ടോ. സാരമില്ല, ഞാനതിനെ എടുത്തിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ മീനിലല്ലേ വീണത്. ഞാൻ വാഷ് ചെയ്ത ടൊമാറ്റോ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ വീണാലും കുഴപ്പമില്ല. വേറൊരു പാത്രത്തിൽ കട്ട് ചെയ്തിട്ട് കൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഒരു ഫാഷന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് കേട്ടോ. എന്തായാലും ഈ മീനിൻ്റെ കൂട്ടും ടൊമാറ്റോയും എല്ലാം കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ പുട്ടിൻ്റെയോടുള്ള മീൻകറി ഏകദേശം ആയിക്കൊണ്ടേയിരിക്കുന്നു. ഏട്ടനാട്ടോ വീഡിയോ എടുത്തു തന്നത്. പകുതിയായപ്പോൾ കളഞ്ഞിട്ട് പോയി. ഏട്ടന് വേറെ എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയി. ഇതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ വീഡിയോ എടുക്കാൻ വിളിക്കാത്തത് കേട്ടോ. ഭയങ്കര ആവേശത്തിൽ എടുത്ത് തരാമെന്നൊക്കെ പറയും. പിന്നെ പകുതിയാകുമ്പോൾ ആളെ കാണില്ല. അപ്പോൾ രണ്ടും കെട്ട അവസ്ഥയിലാവും ഞാൻ. എടുക്കാനും പറ്റില്ല, എടുക്കാണ്ടിരിക്കാനും പറ്റില്ല. അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം കേട്ടോ. അങ്ങനെ മീൻകറി അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ നമ്മുടെ പുട്ട് വേവിക്കാനായിട്ട് പോവുകയാണ്. പുട്ടിൻ്റെ ചില്ല് കളഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയുടെ ചില്ലില്ല, ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട് പുട്ടിൻ്റെ കുറ്റിയിലിട്ട് ഞാൻ അങ്ങനെയാണ് പുട്ട് അവിക്കുന്നത്. എനിക്ക് ഈ പുട്ടുകുറ്റി മാത്രമല്ല കേട്ടോ, നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്നത് ഇതാണ്, മറ്റേത് മുകളിലിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇതിൽ തന്നെ അങ്ങ് പുട്ട് വേവിക്കാമെന്ന് കരുതി അങ്ങനെ അരിമാവ് നിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അടിയിലും മുകളിലും ഒന്നും ഞാൻ തേങ്ങ ഇടാറില്ല. തേങ്ങ ഞാൻ ഈ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് എടുക്കാറ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ പുട്ടിന്. നിങ്ങൾ ഈ തേങ്ങാ വെള്ളം ഉപയോഗിച്ചൊന്ന് പുട്ട് നനച്ച് നോക്കാം, മാവ് നനച്ച് നോക്കാം. അത് ഗോതമ്പ് പുട്ടായാലും നമ്മുടെ അരിപ്പുട്ടായാലും
തേങ്ങാവെള്ളം ഒഴിച്ച് നനച്ചാലുണ്ടല്ലോ അത് വേറൊരു ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു നല്ലൊരു സ്വീറ്റ്നെസ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ പുട്ട് വേവിക്കാനായിട്ട് നമ്മുടെ വെള്ളം അടുപ്പത്ത് വെച്ചു. ഇത് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചതാട്ടോ. മുട്ട പുഴുങ്ങാൻ ഒരു കുക്കറിൽ വെച്ചു. മീൻകറി ഒരു സൈഡിൽ തിളയ്ക്കുന്നു. തിളച്ചോന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ കൂട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ പെറുക്കി ഇടാം. അങ്ങനെ മീൻ ഓരോന്ന് ഓരോ പീസായിട്ട് ഇടുകയാണ്. 2 മീനാട്ടോ ഇത് തന്നെ ഇവിടെ ധാരാളം. ഇന്നലെ ഇതേപോലെ 2 മീൻ വച്ചിട്ടാണ് ബാക്കി 2 കഷ്ണം വീണ്ടും ബാക്കി വന്നത് കേട്ടോ. ഇതിങ്ങനെ വേസ്റ്റ് ആവുമായിട്ടാണ് ഞാൻ 2 മീനിനെ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ന് വയ്ക്കാൻ പറ്റി. ഇന്നിപ്പോൾ ഊണ് നെട്ടയത്തുനിന്നൂടെ ആയതുകൊണ്ട് ഒട്ടും ഈ മീൻകറി ചിലവാകത്തില്ല കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും. രാവിലെ കഴിക്കുന്നവർ മാത്രമേ കഴിക്കത്തുള്ളൂ, പിന്നെ വൈകിട്ടുണ്ടെങ്കിലും അങ്ങനെ. ഞാൻ ഒരു കഷ്ണം എന്നിട്ട് മാറ്റി വെച്ച കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നാളെ വേദയ്ക്ക് സ്കൂളുണ്ടല്ലോ. സ്കൂളുള്ളപ്പോൾ ഒരു കഷ്ണം ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാൻ, ചോറിന് കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട് ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പുട്ടുകുറ്റിയുടെ ആവി വന്നിട്ടുണ്ട്. അങ്ങനെ പുട്ടിനെ വേവിക്കാനായിട്ട് വയ്ക്കുക കേട്ടോ. ഇത് തനിയെ ഇങ്ങനെ പൊങ്ങി താഴെയൊക്കെ വീഴും. അങ്ങനെ ഒരു പ്രശ്നം ഈ പുട്ടുകുറ്റിക്കുണ്ട്. നല്ല പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഫുൾ പുട്ടും താഴെ പോകും കേട്ടോ. അങ്ങനെ ഒരു മീനിനെ ഞാൻ കരുതി ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പുരട്ടി വയ്ക്കാം നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം പിടിച്ചിരിക്കുമല്ലോ. ഇതിപ്പോഴും പുറത്തെടുത്ത് കഴുകിയൊക്കെ എടുത്തുകൊണ്ട് ഇനി മീൻ ചിലപ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴേ മസാല എല്ലാം പുരട്ടി വയ്ക്കാമെന്ന് കരുതി. ഒരു കയ്യിൽ ക്യാമറ, ഒരു കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു പേടി, മുളക് പൊടി കൂടിപ്പോയോ എന്നൊരു സംശയം കേട്ടോ. വേദയ്ക്കൂടെ കൊടുക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഇങ്ങനെ എരിവ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു അടച്ച് വീണ്ടും ആ ഒരു മീൻ പീസിനെ ഫ്രീസറിലേക്ക് വീണ്ടും കയറ്റി കേട്ടോ. എന്നിട്ട് നമ്മുടെ മീനൊക്കെ തിളച്ചോ, മീനിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അങ്ങനെ പുളിയും ഉപ്പും എല്ലാം നോക്കാനായിട്ട് വന്നു. പുളിയും ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. പുളി കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. എങ്കിലും ഒരുപാട് കൂടിപ്പോയെന്നല്ല, കൊള്ളാം, നല്ലതായിട്ടുണ്ട്. എനിക്ക് കറക്റ്റാണ്. ഏട്ടൻ ഇവിടെ പുളി അടുത്തൂടെ പോകണ്ട കേട്ടോ. എന്ത് പുളിയാന്ന് ചോദിക്കാൻ. ഞാൻ ടൊമാറ്റോ ഇടുന്ന കണ്ടപ്പോഴേ ചോദിച്ചു, ഒരു സാധനം പുളി കാരണം വായി തൊടാൻ വയ്യ, ഇനി ടൊമാറ്റോ ഇട്ട് പുളി കൂട്ടല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടന് പുളിയുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇതിൽ ഞാൻ അരച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് ഇട്ടതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിത് ഒഴിച്ചില്ല, ഏട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒഴിച്ചില്ല. ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, കൊളസ്ട്രോൾ കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ്. അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി കേട്ടോ ഏട്ടാ, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം, ഇഞ്ചക്ഷൻ എടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര കുഴപ്പം കേട്ടോ. ചെറിയ എന്തോ ഒരു കൊളസ്ട്രോളിൻ്റെ ഇത്തിരി ഒന്ന് കൂടുതലേ ഉള്ളൂ കേട്ടോ. അതിനാണ് ഈ ഷോ. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നല്ല കാര്യമൊന്നും ഞാനും കരുതി. അങ്ങനെ പുട്ടെല്ലാം വെന്ത് കഴിഞ്ഞു. പുട്ട് ഞാനിങ്ങനെ തള്ളിയിട്ടപ്പോഴേക്കും അത് പൊടിഞ്ഞു പോയി കേട്ടോ. അത് ക്യാമറ ഉള്ളത് കൊണ്ടാണ് പറ്റിപ്പോയത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി ലഞ്ചെല്ലാം നെട്ടയത്താണ്. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴേക്കും വേദയും രാവിലെ എണീറ്റ് വന്നു. വേദയ്ക്ക് ഞാൻ പുട്ടും മീൻകറിയും കൂടി കൊടുക്കുകയാണ്. കുറച്ച് പുട്ട് മതി എന്ന് പറഞ്ഞാൽ കുറച്ച് പുട്ടും മീൻകറിയും വേദയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ്. എടുത്ത് കൊടുത്തില്ലെങ്കിൽ വെറുതെ പുട്ടിനെ കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ മീനൊക്കെ കുറച്ച് ഉള്ളിൽ ചെല്ലട്ടെ എന്ന് കരുതി മീനും പുട്ടും കൂടെ വിരവി കൊടുക്കുകയാണ്. വേദ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മണിയാണ്. എണീറ്റൊക്കെ വന്നപ്പോൾ 10 മണിയായി. അപ്പോൾ രാവിലെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, ഗ്യാസിൻ്റെ പാൻടോപ്പ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചിട്ടാണ് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ടാബ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ നെട്ടയത്തേക്ക് പോയത്. ഇനി നെട്ടയത്ത് പോകുന്ന വിശേഷമൊന്നും കാണിക്കുന്നില്ല, കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ട് നമ്മുടെ വീഡിയോസിന്. അപ്പോൾ മീൻകറി സീരീസ് ഇനി ഉണ്ടാവില്ല കേട്ടോ. മീൻകറി ഒന്നും ഇനി ഇട്ട് വെറുപ്പിക്കില്ല. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ.